സർ, അമൂല്യ ആദ്യം ഇരുന്ന സ്ഥലം ഇതിന്റെ കീ ആരുടെ കയ്യില? ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ 60% ഷെയർ വിറ്റിട്ട് ഇതിന്റെ MD അമൂല്യ കൈക്കൂലി വാങ്ങിയെന്ന് ഞങ്ങൾക്കൊരു കോൾ ഉണ്ടായിരുന്നു. അത് സെർച്ച് ചെയ്യാൻ വേണ്ടി തന്നെ വന്നത്. ഇത് അവരിരിക്കുന്ന സ്ഥലം തന്നെയാണല്ലോ അല്ലേ? വാതോർന്ന് പറഞ്ഞേ, നിങ്ങൾ നേരത്തെ ഇവിടെ തന്നെയാണ് ഇരിക്കാറ്? അതെ, ഞാൻ ആദ്യം ഇവിടെ തന്നെ ഇരുന്നത്. പക്ഷേ ഈ ക്യാഷ് എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്കറിയില്ല. ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാശ് ക്യാബിലേക്ക് പറന്നു വന്നാണ്. ഏതാണ്ട് 80 ലക്ഷം രൂപയോളം ഉണ്ട്. നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യണം, വരൂ. നിങ്ങൾ ആവശ്യപ്പെട്ട പണം മുഴുവനും തന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നടന്നിരിക്കണം. ശരി മേഡം, നിങ്ങളുടെ ജോലി കഴിഞ്ഞെന്ന് കൂട്ടിക്കോ. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ, വരൂ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കൂടെ വന്നാ പോരാ. റെഡ് ഹാൻഡായിട്ട് എന്നെ പിടിച്ചതാണ്. കാശ് എടുത്തു വന്നതിന് നിങ്ങളെടുത്ത് വേറെ തെളിവല്ലോ? വേറെ പ്രൂഫ് ഒന്നുമില്ലെങ്കിൽ എങ്ങനെ കൂടെ കൊണ്ടുപോകും? വേദാന്ത് വെഞ്ചേഴ്സിന്റെ MD ആണ് ഈ നിൽക്കുന്നത്. അതെന്താണെങ്കിലും നമ്മുടെ ലോയറിനോട് സംസാരിക്കാം. ഇവളെന്റെ അനിയത്തിയാണ്. ഇവളിങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. ഇതിലെന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. വിക്കി, നീ ആരെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഘോര നിന്ന് വാദിക്കുന്നത്? IT ഉദ്യോഗസ്ഥർ കാര്യമില്ലാതെ ആരോപണം ഉന്നയിക്കില്ല.
ഏട്ടത്തി, രാവിലെ തൊട്ടെന്റെ വലത് കണ്ണ് തുടിച്ചുകൊണ്ടേയിരിക്ക. എന്ത് പറഞ്ഞാലും ഇങ്ങനെയുള്ളതൊന്നും ഈ വീട്ടിൽ ആരും വിശ്വസിക്കില്ല എന്നറിയാം. എന്നാലും എനിക്കെന്തോ മനസ്സിൽ വല്ലാത്തൊരു വെപ്രാളം പോലെ. സത്യം പറയട്ടെ ആരതി, എനിക്കും 2 ദിവസമായിട്ട് അങ്ങനെ തന്നെയാ തോന്നുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആദ്യമൊക്കെ ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെയായിരിക്കും എന്നാ വിചാരിച്ചെ. ഇപ്പൊ നീയും കൂടി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ എനിക്കും എന്തോ പേടിയാവുന്നുണ്ട്. ഒരുപക്ഷെ ചേട്ടൻ എന്തെങ്കിലും... അയ്യോ ഏട്ടത്തി, അങ്ങനെയൊന്നും പറയല്ലേ. ഏട്ടന് ഒന്നും സംഭവിക്കില്ല. ഈ കൊറോണ ടൈമിൽ ചേട്ടൻ ഓസ്ട്രേലിയ പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് വരണമായിരുന്നു ആരതി. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. ഏട്ടത്തി മാത്രല്ല ഏട്ടത്തി, എല്ലാവരും വെറുതെയാണ് പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ഏട്ടൻ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. അവിടെയാണ് എനിക്ക് പിന്നെയും ഡൗട്ട് ആരതി. അതിലിപ്പോ എന്താ ഇത്രയ്ക്കും ഡൗട്ട് ഉള്ളത്? ഞാൻ നോർമൽ ആയിട്ടുള്ളപ്പോ തന്നെ ചേട്ടൻ ഇത്രയും ദിവസം എന്നെ അന്വേഷിക്കാതിരിക്കില്ലായിരുന്നു. അവൻ എത്രയൊക്കെ ബിസി ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ വിട്ട് ഒരു കളിയില്ല. ഇവിടെ ഇപ്പൊ എന്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നില്ലെങ്കിൽ അവനെന്തെങ്കിലും... അമ്മ എന്താ ഇത്? അവരൊക്കെ എന്തോ പറഞ്ഞെന്ന് കരുതി അവരുടെ പക്ഷത്ത് സത്യം ഉണ്ടെന്നാണോ? അപ്പൊ അമ്മ പറഞ്ഞു വരുന്നത് അമൂല്യ ചതിച്ചു എന്നാണോ? അങ്ങനെയല്ല സിദ്ധാർത്ഥ്. ഇവര് അൺനെസസറി ആയിട്ട് വരില്ല എന്നാ ഞാൻ പറഞ്ഞത്. മിസ് അമൂല്യ, ഇപ്പൊ ഞങ്ങളോടൊപ്പം വന്നാൽ മതി. കൂടുതൽ ആർഗ്യുമെന്റ്സിനുള്ള സമയമൊന്നുമില്ല. കം ക്വിക്ലി. ഈ അഹങ്കാരിക്ക് നല്ല പണി കിട്ടി. ഇതാണ് ഞാൻ കാത്തിരുന്നത്. അമൂല്യ, നിന്റെ കൂടെ ഞാനില്ലേ അമൂല്യ? നീ സങ്കടപ്പെടണ്ട. അമ്മ പ്ലീസ് എന്തെങ്കിലും ചെയ്യേ. അമൂല്യ അങ്ങനൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം അമ്മയ്ക്കും കൂടെ അറിയാവുന്നല്ലേ. ഇവള് ഇതുപോലൊക്കെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഇൻട്രോഗേഷൻ കഴിഞ്ഞതിന് ശേഷം സത്യം തനിയെ പുറത്തു വന്നോളും വിക്രാന്ത്. അമ്മേ പ്ലീസ് എന്തെങ്കിലും ചെയ്യേ. അമ്മയ്ക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാലും മതി. അമൂല്യ നമ്മുടെ ഫാമിലി അല്ലേ. അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടുള്ളൂ. ഇവളെന്തായാലും ഇതുപോലൊരു തെറ്റ് ചെയ്യാൻ ഒരു സാധ്യതയില്ല അമ്മേ. അമ്മാവൻ അമ്മായിയൊക്കെ കേട്ട വിഷമോ അമ്മേ. പ്ലീസ് അമ്മേ. സെയിലായി പോയിട്ടുള്ള ഷെയർസ് ഒക്കെ നമ്മുടേതായതുകൊണ്ട് എന്തെങ്കിലും ലോസ് വന്നാൽ ഞാനല്ലേ അനുഭവിക്കേണ്ടത്. ആ അതോറിറ്റി കൊണ്ട് ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് ചെയ്യാണ്. ഇവളെനിക്കറിയാവുന്ന കുട്ടിയെ. ഇവൾ ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കൊടുക്കണം. നിരപരാധിയാണെന്ന് ഇവക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവളെ കൊണ്ടുപോകാം. നോക്ക് മാഡം, അതൊന്നും നടക്കില്ല. ഇപ്പൊ ഞങ്ങൾ അവരെ വിട്ടാൽ വിറ്റ്നസ് ഇല്ലാതെയായി പോകും. ഇല്ലാത്ത വിറ്റ്നസിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പ്രോബ്ലം ആകും മാഡം. അതുമാത്രമല്ല, റൂൾസ് പ്രകാരം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സർ. പക്ഷേ മനുഷ്യത്വം എന്നൊരു കാര്യമുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ നിയമം തെറ്റിക്കണമെന്ന് ഞാൻ പറയില്ലേ. നോക്ക്, നിങ്ങൾ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോയാ അത് അപ്പം തന്നെ എല്ലായിടത്തും വാർത്തയായിട്ട് മാറും.
അങ്ങനെ വാർത്ത സ്പ്രെഡായി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ശരി, നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ സമയം കൊടുക്കും. അതിൽ കൂടുതൽ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ഫോഴ്സ് ചെയ്യേണ്ടി വരും. ആ ഫയൽ തന്നെ. അതിൽ 2 പേപ്പറിലും സൈൻ ചെയ്യും. അതിലും സൈൻ ചെയ്യും. ഇത് നിങ്ങൾ വെച്ചോളൂ. തൽക്കാലം ഈ കാശ് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അമൂല്യ, നീ കാണിക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ എല്ലാം പിറകിലും നെയ്യാണുള്ളതെന്ന്. അമൂല്യ ഇന്നലെ നിനക്ക് നല്ല പണിയാന്നോണ്ടല്ലേ നീ ഇത്ര ചീപ്പായിട്ട് ഇങ്ങനെ പെരുമാറിയത്. വിക്കി, ബിഹേവ് യുവർ സെൽഫ്. നിന്റെ അടുത്തൊന്നും ഞാനിത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അമൂല്യക്ക് ഇങ്ങനെ സംഭവിച്ച കാര്യം എന്റെ ചേട്ടൻ എങ്ങാനും ഒരു ചെറിയ ക്ലൂ എങ്ങാനും കിട്ടിയാലുണ്ടല്ലോ, അവൻ സ്ട്രെയിറ്റ് ഫ്ലൈറ്റിന് കൊച്ചിക്ക് വരും. അപ്പൊ കാണാം നിന്റെ അവസ്ഥ എന്തായിരിക്കും. അവനതിന് വന്നാലല്ലേ, ബാക്കി കാര്യം അപ്പൊ നോക്കാം. എടാ ജെയിംസ് ജഗദീഷേ, ഈ പാനിപ്പൊരി ഇന്നെങ്ങാനും വരുവോടാ? ആ നോക്കിയ സമയത്ത് ദേഹം വന്നു. തത്തിന തകജിന തിം, തകതിമ തകതിമി തിം, തൈത്ത തൈത്ത തൈത്തദിന തൈത്ത തൈത്ത തൈത്തദിന തകതിജ ദിന്ദതി ദിൻ. എടാ പൊട്ട, എന്താ ഇത്? ആദ്യം വന്ന കാര്യം പറ, എന്നിട്ട് ഡാൻസ് കളിക്ക്. സുമേഷേട്ടാ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാ. ഇപ്പൊ നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഈ ഞാൻ കാണിച്ചു തരാം. ഒന്നല്ല 3 തരം സ്കെച്ച് എന്റെ കയ്യിലുള്ളത്. ഇതിൽ ഒരെണ്ണം ഉറപ്പായിട്ടും ഫിക്സ് ആയിരിക്കും. ഇതാ പിടിച്ചോ. സുമേഷേട്ടാ, ഇത്ര കഷ്ടപ്പെട്ടതിന് ഗിഫ്റ്റ് തരുന്നതിന് പകരം അടിയാണോ തരുന്നത്? എടാ മരപ്പൊട്ട, ഇത് എന്റെ പെണ്ണിന്റെ ഫോട്ടോ ഒന്നും അല്ല. ഇത് ഏതോ സിനിമാ നടിയുടെ ഫോട്ടോ ഈ കൊണ്ടുവന്നേക്കുന്നേ. ആണോ? ഇത് നോക്കിയോക്കെ. ഇതെന്തിനാ സുമേഷേട്ടാ? എടാ മരപ്പോത്തെ, ഇതിപ്പോ ഇൻസ്റ്റാഗ്രാം റീൽസിൽ നായികയാടാ ഇവള്. അത് ശരി, അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ. സുമേഷേട്ടാ, അടിക്കല്ലേ. അയ്യോ. സുമേഷേട്ടാ, നിങ്ങൾ എന്തീ ചെയ്യുന്നേ? ഇത് കറക്റ്റ് ആയിട്ട് മീനാക്ഷിയെ പോലെ തന്നെ ഇല്ലേ? എടാ പാനിപ്പൂരി, ഇത്രയും നേരം സൗത്ത് ഇന്ത്യൻ സിനിമാ നടിയുടെ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവസാനം ലോക സുന്ദരി ഐശ്വര്യ റായുടെ ഫോട്ടോ ആണല്ലോ കൊണ്ടുവന്നേക്കുന്നേ. ഈ ഐശ്വര്യ റായി നിങ്ങളുടെ മീനാക്ഷി ആവില്ലെന്ന് എന്താ ഉറപ്പ്? എടാ പാനിപ്പൂരി, ആഗ്രഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടടാ. എന്റെ പെണ്ണ് പക്ക നാടൻ സുന്ദരിയാ, അല്ലാതെ ഇതുപോലെ മോഡേണൊന്നും അല്ല. ഞാൻ എന്ത് ചെയ്യാനാ സുമേഷേട്ടാ? പൊട്ടനാലോടാ നീ. വായില് കിട്ടിയത് കയ്യിൽ നിന്ന് ചാടി പോയതുപോലെ ഉണ്ടല്ലോ ജഗദീഷേ. ഡോണ്ട് വരി സുമേഷ്, ഞാനില്ലേ. വെയിറ്റ്. ഈ പാനിപ്പോരി ബോളിവുഡിൽ നിർത്തി, പക്ഷെ ഈ ജെയിംസ് ബോണ്ട് ജഗദീഷ് നേരെ ഹോളിവുഡിലേക്കായിരിക്കും പോകുന്നത്. മീനാക്ഷി, നിന്നെ കാണാൻ ശരിക്കും എങ്ങനെയായിരിക്കുള്ളൂ? മേ ബി വിക്കി ഇതിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിരിക്കും. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അളിയ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാന്ന് വിചാരിച്ചതാ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? എന്താ വിക്കി ഇതൊക്കെ? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വേദാന്ത് നമ്മുടെ ഓഫീസിലില്ലെങ്കിൽ ഇതൊരു ഓഫീസായിട്ട് പോലും തോന്നില്ല. അളിയന IT ഓഫീസറിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? ഇതൊക്കെ നോൺസെൻസ് അല്ലേ വിക്കി? അമ്മ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആർക്ക് വേണമെങ്കിലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റും. അതുമല്ല, അമ്മ ബോസായിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല.
അതിനു മുമ്പ് IT ഓഫീസറൊക്കെ വരാന്ന് പറഞ്ഞാ എനിക്കും അതാ മനസ്സിലാവത്തളിയാ. എനിക്ക് തോന്നുന്നത് ഇതാരോ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ്. ഐ മീൻ ദേഷ്യം തീർക്കാൻ വേണ്ടി. ബട്ട് ആരെങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാനും ദേ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നളിയാ. എനിക്കും ഈ കാര്യത്തിൽ നല്ല കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ടാ റൗഡി കൊച്ചിനോട് ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചേ. അതെന്തായാലും നന്നായി. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ ടെൻഷനായേനെ. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു അളിയാ. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഉറപ്പായിട്ടും നമുക്കത് ചെയ്യാം. പക്ഷെ നിനക്കായാലും എനിക്കായാലും ഈ കാര്യത്തിൽ വളരെ എക്സ്പീരിയൻസ് കുറവാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ റിസ്ക് ആവുമെന്നോ എൻ്റെ ഇപ്പോഴത്തെ പേടി. അത് ശരിയാ. പക്ഷെ ചേട്ടൻ തിരിച്ചു വരുമ്പോ അവൻ ഇല്ലാത്ത സമയത്ത് റൗഡി കൊച്ചിന് ഇതുപോലൊരു സിറ്റുവേഷൻ വന്നെന്നെങ്ങാനും അവൻ അറിഞ്ഞ അന്നേരം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റില്ലളിയാ. നീ പറയുന്നത് ശരിയാ. പക്ഷെ നമ്മൾ എവിടെന്നാ തുടങ്ങേണ്ടേ? ആരെയാ നമ്മൾ സംശയിക്കണ്ടേ? അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെ എൻക്വയറി ചെയ്യും? അതിന്റെ പ്രൂഫിന് വേണ്ടി എവിടെ പോവും? ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എനിക്കെന്തോ വലിയ പ്രശ്നത്തിൽ പെട്ടതുപോലെ തോന്നുന്നു. പക്ഷെ എനിക്കുണ്ടല്ലോ ഒരാളെ നല്ല ഡൗട്ട് ഉണ്ടളിയാ. നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എല്ലാവരും ഒരുമിച്ച് കൂടെ നിന്ന് നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ പുറകെ ഒരാളുടെ കൈയുണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. ആ ഒരു കാര്യം അങ്ങനെ തെറ്റാനും പോകുന്നില്ല. അമൂല്യ മേഡം എല്ലാ ദിവസവും നിർത്താതെ സംസാരിച്ചോണ്ടിരുന്നായിരുന്നല്ലോ. ഇന്നെന്താ മേഡം ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ മാത്രം? എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ജോലിയുടെ ടെൻഷൻ അത്രയേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ മേഡം ബോസിന്റെ സ്ഥാനത്തല്ലേ ഇരിക്കുന്നേ. അതുകൊണ്ടാ പ്രഷർ ഒരുപാടുള്ള പോലെ തോന്നുന്നേ. നമ്മുടെ ബോസ് ഉണ്ടല്ലോ ഗ്രേറ്റാ മേഡം. എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഒരൊറ്റ തവണ പോലെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. അതെ, അദ്ദേഹം വളരെ വലിയൊരാളാണ്. നിങ്ങൾക്ക് ഏത് സ്വീറ്റ് ആണ് കൂടുതൽ ഇഷ്ടം? ഗുലാബ് ജാമുൻ. ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാത്ത സുഹൃത്തുക്കളെ പോലെ കഴിയുന്നത്. രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമാണ്. സുദർശൻ ചേട്ടാ, ഒരു മിനിറ്റ് കാർ നിർത്ത്. ആ ബ്ലേസർ ഇങ്ങെടുക്ക്. ഈ ബ്ലേസർ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയേ? കിട്ടിയതൊന്നുമല്ല മേഡം, ഫാക്ടറി സ്റ്റോറിൽ നിന്ന് കൊണ്ടുവന്നു. വെറും 400 രൂപയുള്ളൂ. സത്യം പറയും, ഈ വാച്ച് എവിടുന്ന കിട്ടിയേ?
എന്താ മേഡം ഇത് ഇങ്ങനെ കിട്ടിയതാണ് കൊണ്ടുവന്നാണെന്നൊക്കെ പറയുന്നത്? വെറുതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഈ വാച്ച് എനിക്ക് അറിയുന്ന ആളുടെയാ. ഇത് ഇന്റർനാഷണൽ ബ്രാൻഡ് മോഡലാ. വെറുതെ കള്ളം പറയരുത്. ഞാൻ കള്ളം പറയുന്നല്ല മേഡം. ഒരാളെ പോലെ 7 പേരുണ്ടാവുന്നല്ലേ, അതുപോലെ ഈ വാച്ച് പോലെ വേറെ വാച്ച് ഉണ്ടാകാൻ പാടില്ലേ? വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാൻ നിൽക്കരുത്. ഈ വാച്ച് എനിക്ക് അറിയുന്ന ആളുടെ ആണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. നിങ്ങളിപ്പോ സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്കിത് അറിയാൻ പോലീസിനെ വിളിക്കേണ്ടി വരും. നോക്ക് മേഡം, ഞാനൊരു ബിസിനസ്സുകാരനാ. വെറും സെയിൽസ് മാത്രമല്ല, ആരെങ്കിലും സെക്കൻഡ്സ് കൊണ്ടുവന്നാ ഉറപ്പായി ഞാനിത് പർച്ചേസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും തന്നതാണോ? പ്ലീസ് ഒന്ന് സത്യം പറ. ഇതിന് പുറകെ ഒരുപാട് കഥയുണ്ട്. നിങ്ങളൊരു പെൺകുട്ടിയായോണ്ട് ഞാൻ ഇതിനൊക്കെ ഉത്തരം പറയാൻ നിൽക്കുന്നത്. പ്ലീസ് ഒന്ന് പറ. ഈ ഒരു കോട്ട് വെക്കാൻ വേണ്ടി റൗഡിയെ പോലത്തെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ വാച്ചും തന്നത് അവൻ തന്നെയാ. എനിക്ക് ബ്രാൻഡഡ് ഐറ്റംസിന്റെ കാര്യത്തിൽ കുറച്ച് ക്രേസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാച്ച് മേടിച്ചത്. അവനിപ്പോ എവിടെയുള്ളതെന്ന് അറിയാമോ? അഡ്രസ് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ അടുത്ത് പണി നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ അവിടം വരെ ചെല്ലുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് മാത്രം പറഞ്ഞേക്കല്ലേ. അവരാൾക്കാരത്ര ശരിയല്ല കേട്ടോ. ഉറപ്പായിട്ടും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ എനിക്ക് ഒരു ഹെൽപ്പും കൂടെ ചെയ്യണം. പറഞ്ഞ മാഡം. ഈ കോട്ടും പിന്നെ വാച്ചും രണ്ടും എനിക്ക് വേണം. നിങ്ങളല്ലേ പറഞ്ഞത് ഇത് ഫോറിനായിട്ട് വന്ന്, അപ്പൊ കാശ് കുറച്ച് കൂടും. നിങ്ങൾ ഇതിന് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാശ് തരാം. പക്ഷെ എന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചു വാങ്ങാൻ നോക്കരുത്. അതെ, അവനെ പറ്റിച്ച് 500 രൂപയ്ക്കാണ് ഞാൻ ഈ വാച്ച് മേടിച്ചത്. 200 രൂപയ്ക്ക് കോട്ടും വാങ്ങിച്ചു. മൊത്തം 700 രൂപ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 100 രൂപയെങ്കിലും കൂട്ടി തന്നൂടെ? ശരി തരാം.